കേന്ദ്ര ബജറ്റിൽ പ്രതീക്ഷയോടെ മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഇന്ന് രാവിലെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും. ആദായനികുതിയിൽ മാറ്റമടക്കം ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ. ആർക്കെ ഒരു ജനകീയ ബജറ്റായിരിക്കുമെന്ന സൂചന പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചരിത്രപരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും സൂചന നൽകിയിരുന്നു. ഇങ്ങനെയുള്ള അതേപോലെ തന്നെ RBIയുടെ 2.11 ലക്ഷം കോടിയുടെ ഡിവിഡൻഡ് ഉണ്ട്. അനുകൂല ഘടകങ്ങൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ ദിവസത്തെ സാമ്പത്തിക സർവേയിൽ പറയുന്നത് പോലെ തൊഴിലില്ലായ്മയും അതേപോലെ തന്നെ സാമ്പത്തിക അസമത്വവും അടക്കമുള്ള വെല്ലുവിളികളെ നേരിടണം എന്ന ഒരു പ്രതിസന്ധി കൂടി ധനമന്ത്രി നേരിടുന്നുണ്ടല്ലോ. ആ മട്ടിൽ എന്തായിരിക്കും ഇന്നത്തെ ബജറ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവുക? ക്രിസ്റ്റീന, ഈ നേട്ടങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും ഈ നേട്ടങ്ങളെ ദീർഘകാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ശക്തമായിട്ടുള്ള പാദങ്ങൾ ഇല്ല എന്നുള്ളത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ വല്ലാതെ അലട്ടുന്ന ഒരു ഘടകമാണ്. ഈ സാഹചര്യത്തിൽ അച്ചടക്കം സാമ്പത്തികമായിട്ടുള്ള വ്യയത്തിന്റെ കാര്യത്തിൽ പരിപാലിക്കണം എന്നത് സർക്കാരിനെ സംബന്ധിച്ച് നിർബന്ധമാണ്. ധനക്കമ്മി നിയന്ത്രിച്ച് മുന്നോട്ട് പോവുക മാത്രമേ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു മാർഗമായി മുന്നിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ പോലും രാഷ്ട്രീയമായിട്ടുള്ള നിലനിൽപ്പ് ഈ സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രാധാന്യപ്പെട്ട ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടക്കമുള്ളവ ജനപ്രിയ പദ്ധതികളുടെ പ്രഖ്യാപനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. നികുതി നിർദ്ദേശങ്ങളുടെ കാര്യത്തിൽ അടക്കം, അത് ആദായ നികുതിയുടെ കാര്യത്തിൽ അടക്കം ചില സാധാരണ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന വിധത്തിലാണ് ചർച്ചകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ മുൻ പതിവ് അനുസരിച്ച് കൂടുതൽ പ്രാധാന്യം നൽകി റോഡ് നിർമ്മാണം അടക്കം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം, ഒപ്പം ഈ സർക്കാരിന് പല മേഖലകളിൽ നിന്നുമുള്ള പിന്മാറ്റം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സ്വകാര്യ മേഖലയുമായിട്ടുള്ള ചുവടുവയ്പ് അത് വിവിധ മേഖലകളിൽ പ്രഖ്യാപിക്കപ്പെടും എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആകയാൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യം രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പോഴും പറയുന്നത്, ഇന്നലെ പ്രധാനമന്ത്രി സൂചിപ്പിച്ചത്, ഏറ്റവും ശക്തമായിട്ടുള്ള സമ്പദ് വ്യവസ്ഥയായി രാജ്യത്തിന് മാറണം എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ചുവടുകളായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ ബഡ്ജറ്റിൽ ധനമന്ത്രി വയ്ക്കുക. വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ആദ്യ ബഡ്ജറ്റ് എന്നുള്ളത്. ശരി, മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം ഇന്ന്. അനുകൂല ഘടകങ്ങളോടൊപ്പം നിരവധി വെല്ലുവിളികളും ധനമന്ത്രിക്ക് മുന്നിലുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്.